നമസ്കാരം. ഞാൻ ജയശ്രീ നീലമനയില്ലം. ഞാനൊരു അന്തർജനാണേ. ഇപ്പം ബാഹർജനം പിടികിട്ടിയില്ലേ? ഇപ്പൊ ഞാൻ പുറത്തല്ലേ നിൽക്കണേ. അത്ര തന്നെ ഞാൻ പ്രൗഢിയും ആഖ്യത്വവും പിന്നെന്താ കുറച്ച് ഭംഗിന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞോളൂ. TV ഷോ ഒക്കെ അല്ലേ ഒക്കെ ഉള്ള ഒരു അന്തർഗജം. സോറി, അന്തർജനമാണ്. പക്ഷെ ഇപ്പൊ വലി അങ്ങ് തുടങ്ങിയെന്ന് മാത്രം. ഈ വലി അല്ലാട്ടോ, ആസ്മയുടെ വലി. ഇനി ഞാൻ ഇത്ര നേരത്തേക്ക് നിന്ന് ഒരു അച്ചായത്തിയാവുക, വിരോധം ഇല്ലല്ലോ. ഞാൻ നെൽസൺ തോമസ്, സിൻസ് 1988 നാടായ കോട്ടയത്ത് നിന്ന് വരുക. കോട്ടയം റബ്ബർ ബോർഡിൽ വർക്ക് ചെയ്യുന്നു. ഇങ്ങോട്ട് വരാൻ നേരത്ത് ഞാൻ നെൽസണോട് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. കുറച്ച് ഓയിൽ ആൻഡ് ഗ്രീസ് ഒക്കെ ഇട്ടാണേ, ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് അല്ലേ. ഈ ഓയിൽ ആൻഡ് ഗ്രീസ് ഒട്ടും സംശയിക്കേണ്ട, വളയ്ക്കാൻ തന്നെയാണ്. കണ്ടന്റ് അടിച്ചു മാറ്റല്. ഞാൻ നെൽസനോട് ചോദിച്ചു, നെൽസ കണ്ടന്റ് ഉണ്ടോ? നെൽസൺ പറഞ്ഞു, സോറി ചേച്ചി, കണ്ടന്റ് ഇല്ല. കണ്ടന്റ് ഉണ്ടോ? കണ്ടന്റ് ഇല്ല. കണ്ടന്റ് ഉണ്ടോ? കണ്ടന്റ് ഇല്ല. പിന്നെ ഞാൻ അതിനെ അങ്ങ് റിംഗ് ടോൺ ആക്കി. ഇപ്പം നെൽസൺ വിളിച്ചാൽ കേൾക്കുന്ന അമ്പലത്തിലെ ചെണ്ടമേള, കണ്ടന്റ് ഉണ്ട്, കണ്ടന്റ് ഇല്ല, കണ്ടന്റ് ഉണ്ട്, കണ്ടന്റ് ഇല്ല, കണ്ടന്റ് ഉണ്ട്, കണ്ടന്റ് ഇല്ല, കണ്ടന്റ് ഉണ്ടോ, കണ്ടത്തില്ല, കണ്ടന്റ് ഉണ്ടോ, കണ്ടത്തില്ല. അല്ലേ? ഈ നെൽസൺ വളഞ്ഞില്ലെങ്കിലും ഞാൻ എൻ്റെ കണ്ടന്റ് ഇവിടെ അങ്ങ് പ്രവർത്തിപ്പിക്കാൻ കാണിച്ചേക്കാന്ന് വിചാരിച്ചാൽ എനിക്കിവിടെ എടീബോഡി ടേംസിലുള്ള ചില ജഡ്ജസിനെയൊക്കെ പിടിയുണ്ട്. എടീബോഡി പിടികിട്ടിയില്ലേ? പിഷാരടി. ഇനി എൻ്റെ കണ്ടന്റിന്റെ പേര് മധ്യവയസ്കർ. ഈ മധ്യവയസ്കർ എന്ന് പറഞ്ഞാൽ ഇല്ലത്തുനിന്ന് അങ്ങോട്ട് ഇറങ്ങുകയും ചെയ്തു, അമ്മ തൊട്ട് എത്തിയില്ല. യൂത്തും അല്ല ഓൾഡും അല്ല, എന്നാ മനസ്സുകൊണ്ട് യൂത്ത് ആണ് താനും. ഞാനാണേലേ ഇവിടെ ഒഡീഷന് വന്നപ്പം ഈ കോളേജ് കുമാരിമാരുടെ ഒരു ഫ്രോക്കൊക്കെ ഇട്ട് നമ്മുടെ കല്യാണി പ്രിയദർശന്റെ ഫിഗറും ഒക്കെ പിടിച്ച് മന്ദം വന്നു. എന്നെ കാണും ഇവിടുത്തെ പ്രൊഡ്യൂസറുടെ ആദ്യത്തെ ചോദ്യം, റിട്ടയർ ആയോ? ഇല്ല കോൺഫിഡൻസ്. അതങ്ങനാ. ചിലരാണെങ്കിൽ ഇവിടെ മധ്യവയസ്സിലൊക്കെ എത്തിയെങ്കിലും കുട്ടിയായിട്ട് അങ്ങ് ഇരിക്കുക, സുന്ദരി കുട്ടിയായിട്ട്. ശങ്കരൻകുട്ടി, നാരായണൻകുട്ടി, രചനാ നാരായണൻകുട്ടി. പിന്നെ ഇവരെ മധ്യവയസ്സിലെത്തിയെങ്കിലും നമുക്കിവരെ തിരിച്ചറിയാൻ കുറച്ച്, പേരിലൊക്കെ കുട്ടിയൊക്കെ ഉണ്ട്, പക്ഷെ മധ്യവയസ്സിലെത്തിയെന്നറിയാൻ കുറച്ച് സൂത്രങ്ങളുണ്ട് എൻ്റെ കയ്യിൽ. പറഞ്ഞു തരാം. എന്നാന്നോ, ഇവരുടെ വാട്സാപ്പിലെ സ്റ്റാറ്റസ് നോക്കിയാൽ മതി. ഇവർ 30കളിലാണെങ്കിൽ വിപ്ലവം ഉറപ്പായിരിക്കും സ്റ്റാറ്റസിൽ. തൊക്കെടുത്തൊലത്തിടും വലിച്ചിടും പിഷാരടി. അത് കഴിഞ്ഞ് ഇത് 60കളിലേക്ക് കടന്നാലോ ഈ വിപ്ലവമൊക്കെ അങ്ങ് കെട്ടുപോയി. പിന്നെ മൊത്തം അർത്ഥശൂന്യത അങ്ങ് ചൂണ്ടിക്കാണിക്കും. പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവില നോക്കി ചിരിക്കും. ഓർക്കുക, ഒരു നാൾ ഈ പച്ചപ്ലാവിലെയും പഴുത്തു വീഴും. ഇതുപോലൊക്കെയുള്ള സ്റ്റാറ്റസ് ആയിരിക്കും പിന്നീട് അങ്ങ് കാണുന്നത്. പിന്നെ അടുത്ത ഈ മധ്യവയസ്കരെ അറിയണമെങ്കിലേ ഇവര് FB-യിൽ പാട്ട് പാടി ഇടത്തില്ലേ, ആ പാട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോഴത്തെ പിള്ളേരെ നിങ്ങളുടെ ന്യൂജൻ ട്രെൻഡ് ഏതാ പാട്ട്? ഗൊഥിലോ തന്നെ ഗൊഥിലോ 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 തന്നെ ഗൊഥിലോ ഗൊഥിലോ അല്ലേ. എൻ്റെ മോളൊക്കെ പറയും ഇൻസ്റ്റയിലുണ്ടെന്ന്. എനിക്ക് അത്രയൊന്നും അറിയില്ല, അവള് പറഞ്ഞു തന്നാ കേട്ടോ. ഈ പാട്ട് ഞങ്ങളുടെ മധ്യവയസ്കരുടെ കയ്യിൽ തരുവാണെങ്കിൽ ഞങ്ങൾ പാടി വരുമ്പം ഇതങ്ങ് തിരുവാതിരപ്പാട്ട് പോലെ ആവും. ഗോഥിലോ 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 ഗോ, ഗോഥിലോ 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 ഗോ. ഇനി നിങ്ങൾക്ക് ഈ മധ്യവയസ്കരെ ഇല്ലെന്നുണ്ടോ എങ്കിലേ അവരുടെ ബെഡ്റൂമിൽ ചെന്ന് ഒളിഞ്ഞു നോക്കിയാൽ മതി. പേടിക്കേണ്ട ഒന്നുമില്ല. കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്ന പോലെ വികർഷിച്ച് കട്ടിലിന്റെ രണ്ടറ്റത്തായിട്ടായിരിക്കും കിടപ്പ്. ചിലപ്പോൾ ഈ വികർഷണം കൂടി ചിലപ്പം തൊഴിച്ച് താഴെ ഇടാനും മതി. പക്ഷേ ചില ദിവസം വേറെ റൂമിൽ നിന്ന് സൗണ്ടൊക്കെ കേൾക്കാം. പക്ഷെ തെറ്റിദ്ധരിക്കണ്ട, മുട്ടുവേദനയുടെ പൊളച്ചില. പിന്നെ ഈ മധ്യവയസ്കർക്ക് ഈ നിങ്ങളുടെ ന്യൂജൻ കുറെ ഫുഡൊക്കെ ഇല്ലേ, ഈ പുതിയ ട്രെൻഡുകളിലൊക്കെ ഉള്ള ഫുഡ്, എനിക്ക് മോളും മോനും ഒക്കെ ഉണ്ട്, അവര് പറഞ്ഞു തന്നാ കേട്ടോ. അപ്പൊ ഈ ഒരു ഫുഡ് ഐറ്റത്തിനെ പറ്റി ഞങ്ങൾക്ക് വലിയ പിടിയൊന്നും വലിയ മധ്യവയസ്കർക്ക്. കഴിഞ്ഞ ദിവസം എൻ്റെ പുള്ളിക്കാരൻ വന്ന് ചോദിക്കുക, എടി നിന്റെ മോന് ഈ കണ്ട വൃത്തിയായിട്ട് യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടേ എന്നോട് വന്ന് ചോദിക്കുക, അച്ഛാ കുനാഫ ട്രൈ ചെയ്യുന്നു. ഇത് ഫുഡാന്ന് പോലും പുള്ളിക്ക് പിടികിട്ടുന്നില്ല. അത് സാരമില്ല, ഞങ്ങളുടെ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളതേ ഉള്ളൂ. ഇനി അതൊക്കെ പോട്ടെ. എനിക്ക് ഈ ഈയിടെയായിട്ട് എനിക്ക് 30ാം വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞാൻ ഓഫീസിൽ കുറച്ച് ലഡു ഒക്കെ കൊണ്ട് കൊടുത്തു. ഈ ലഡു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ വിവാഹപ്രായം എത്തിയ ലതയുടെ ഒരു സംശയം, മാഡം ഈ 30 വർഷത്തെ ദാമ്പത്യ ജീവിതം കൊണ്ട് മാഡത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഞാൻ പറഞ്ഞു, ലതേ എനിക്കൊരു 2 മാറ്റമാണ് ഉണ്ടായത്. ആദ്യത്തെ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ ബോഡി വെയ്റ്റ് 55 കിലോ, ഫസ്റ്റ് ഡെലിവറി 65 കിലോ, സെക്കൻഡ് ഡെലിവറി 75 കിലോ, തേർഡ്
അയ്യടാ ഞാൻ പറ്റില്ല, എനിക്ക് വയ്യ എൻ്റെ ബോഡി വെയിറ്റ് സെഞ്ചുറി അടിപ്പിക്കാനായിട്ട്. പിന്നെ അടുത്തത് തിരിച്ചറിയാന്, ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് പുള്ളിക്കാരനോട് പറയായിരുന്നു, നകുലേട്ടോ അല്ലിക്ക് ആഭരണം എടുക്കാൻ പൊക്കോട്ടേ പൊക്കോട്ടേ. ഇപ്പോഴാണെങ്കിൽ ഈ പ്രായത്തില് അല്ലിക്ക് ആഭരണം എടുക്കാൻ പോവും, അല്ല വല്ലതും പറയാനുണ്ടോ? ഉണ്ടോ? ആ ഒരു കോൺഫിഡൻസാ എന്നിൽ വളർന്നത്. പിന്നെ പണ്ട് യൂത്ത് ആയിരുന്നപ്പം ഞാൻ നന്നായിട്ട് ഞങ്ങൾ പഞ്ചാരിയൊക്കെ അടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ പഞ്ചാരിയടി നടക്കത്തില്ല. കാരണം കെട്ടിയോൻ കൂടെ ഉള്ളത് അല്ല, ഡയബറ്റിക്കാ. ഇപ്പൊ ഇഷ്ടം പഞ്ചാരയല്ല, ചായപ്പൊടിയാ. കാരണം എന്നാന്നോ, ഈ ചായക്കകത്ത് ഈ ഞങ്ങളുടെ മൈലാഞ്ചിപ്പൊടിയൊക്കെ ഇട്ടാ ഞങ്ങളുടെ ഡൈ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴേ എൻ്റെ ചേച്ചി ഫ്ലാറ്റിൽ ലിഫ്റ്റ് വഴി 10ാം നില ചെന്ന് ഉണ്ടാക്കുക ഡൈ. ചോദിച്ചപ്പോൾ പറയുക, മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് ഉയരം കൂടുന്തോറും ചായയുടെ ഗുണം കൂടുമെന്ന്. അങ്ങനെ നരയൊക്കെ കറുപ്പിച്ച് കഴിഞ്ഞ് കണ്ണാടി നോക്കി, അപ്പോൾ ഉണ്ടടാ ഈ വെളുത്ത മുഖത്തൊക്കെ കറുത്ത പാടുകൾ. ഇപ്പൊ ഇത് മുഴുവൻ പൊട്ടിയിട്ടേക്കുവാണ്. മറിച്ച് ഇവര് ഫ്രീ ആയിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് തന്നായിരുന്നു, മറിച്ച് കിടക്കുക, അല്ലെങ്കിൽ കരിമങ്കലിയൊക്കെ ഉണ്ടായിരുന്നേ, ഇപ്പം മറിച്ചേക്കുവാ. അപ്പൊ ഈ ഭയങ്കര കറുത്ത പാട് ഞങ്ങളുടെ ശത്രുവാണ് ഈ കരിമങ്കലി കറുത്ത പാടുകൾ. ഞാൻ ഉടൻ തന്നെ പുള്ളിക്കാരൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു 2000 രൂപ അങ്ങ് അടിച്ചു മാറ്റി. എന്നിട്ട് ഓൺലൈനിൽ ഡയമണ്ട് ഫേഷ്യൽ പാക്ക് ഇവിടെ വരുത്തിച്ചു. ഇവിടെ വന്നത് പൊട്ടിച്ച് നോക്കിയപ്പോഴല്ലേ ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്നൊക്കെ പറഞ്ഞ് വെറും കരിപ്പൊടി. ഏതായാലും ഈ കരിപ്പൊടിയൊക്കെ മുഖത്ത് വാരി പൊത്തിയിട്ടിട്ട് പുള്ളിക്കാരനോട് ചെന്ന് ചോദിച്ചു, ചേട്ടാ എങ്ങനെയുണ്ട് എൻ്റെ ഡയമണ്ട് ഫേഷ്യൽ? പുള്ളി എന്നെ ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, സോ എലിഗന്റ്, സോ ബ്യൂട്ടിഫുൾ, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. നീ എൻ്റെ ഡയമണ്ട് ഭദ്രകാളി. അങ്ങനെ ആ ഫേഷ്യലും ഒക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ കെട്ടുപ്രായമായ മോളെയും കൊണ്ട് ഒരു കല്യാണത്തിന് പോയി. അവിടെ ചെന്ന് ഫോട്ടോഗ്രാഫർ അങ്ങോട്ട് നോക്കി അങ്ങ് ചിരിച്ചു. കാരണം പുള്ളി വലിയ റീൽസ് എടുത്ത് എന്നെ ഒന്ന് വൈറലാക്കിയെങ്കിലോ. ഈ ഫോട്ടോഗ്രാഫർ ക്യാമറയുമായി എൻ്റെ അടുത്തോട്ട് വന്നു. അടുത്ത് വന്ന് ചേർന്ന് നിന്നിട്ട് പറഞ്ഞു, കൂടെ നിൽക്കുന്ന മോളെ ഒന്ന് സ്റ്റേജിലേക്ക് ഇവിടെ ഡാൻസ് ചെയ്യാൻ. ആൻറ്റി ഇവിടെ നിന്നോ. ആൻറ്റി ഞാൻ ആഗ്രഹിച്ചത് ദേവസേന, എനിക്ക് കിട്ടിയത് ആനപ്പാറ അച്ചാമ്മറോള്. അതോടെ എൻ്റെ ഡയമണ്ട് ഫേഷ്യൽ ഗോവിന്ദ. പിന്നെ എന്നാ ഫേഷ്യൽ ചെയ്തിട്ട് എന്നാ? ഞങ്ങൾ മധ്യവയസ്കരെ ആർക്കെങ്കിലും വേണോ? ഈ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ഏതെങ്കിലും സോപ്പിൻ്റെയോ ക്രീമിൻ്റെയോ പരസ്യത്തിൽ ഞങ്ങൾ മധ്യവയസ്കരുണ്ടോ? എന്നെ ഈയിടെ ഒരു പരസ്യത്തിന് വിളിച്ചായിരുന്നു ഒരു റിട്ടയർ അധ്യാപകര്. ഏതാന്ന് പ്രോഡക്റ്റിന് കേൾക്കണോ? പുളിച്ചു തകട്ടി ഗ്യാസ് ട്രബിളിനുള്ള ഖായം ചൂർണത്തിൻ്റെ. അങ്ങനെ ഞാനൊരു പുളിച്ച മോഡലായി. ഡയാനെ പോലല്ല കേട്ടോ, ഞാനൊരു പുളിച്ച മോഡല്. വെറുതെ അല്ല കേട്ടോ സാർ എന്നെ ഗ്യാസിന്റെ പരസ്യത്തിൽ വിളിച്ചത്. സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാൻ ഉത്തരക്കടലാസ ധാരാളം ഗ്യാസ് അടിച്ചു വെക്കുമായിരുന്നു, അതായിരിക്കാം. പിന്നെ ഞങ്ങൾ ഈ മധ്യവയസ്കര് നഷ്ടബോധത്തിൽപ്പെട്ട ഉഴലുകയാണ് മക്കളെ, ഉഴലുകയാണ്. എന്നാന്നറിയാവോ? എന്തോരം മൂത്രമാ പാഴാക്കി കളഞ്ഞെന്നറിയാവോ? അതിൽ നിന്ന് ഒരു തുള്ളി മൂത്രം എടുത്ത് നമ്മുടെ പ്രഗ്നൻസി കിറ്റിൽ വെച്ച് ഒരു 2 ചുവപ്പുര കാണിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ആരായിരുന്നു? വളകാപ്പ്, വയറ്റുപൊങ്കാല, ബേബി ഷവർ, കൊതിയാവുക. ഞങ്ങളുടെ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു, ചേട്ടാ എനിക്കൊരു 2 ചുവപ്പ് വര കാണണം. പുള്ളി ഒരൊറ്റ ഞെട്ട് ഇന്നസെന്റിനെ പോലെ, എൻ്റെ അമ്മേ പശുവും ചത്തും മോരിലെ പുളിയും പോയി. അപ്പോഴാ ഒരു വയറ്റ് പൊങ്കാല. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു 2 ചുവപ്പ് വര കാണണം. പുള്ളി പറഞ്ഞു, ഇനിയും രക്ഷയില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യോ, ഒരു ബ്ലേഡ് എടുത്ത് തലങ്ങും വിലങ്ങും അങ്ങ് പോറി വിട്ടോ, നമുക്കൊരു ചോരപ്പുഴ തന്നെ ഒഴുക്കിയേക്കാം. ഈ ചോരപ്പുഴയൊന്നും ഒഴുക്കിയില്ലെങ്കിലും ഈ തമ്മിത്തൊന്നൊന്നും ഇല്ലാതെ ജീവിതം ആസ്വാദ്യകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു ട്രിക്കുണ്ട്, പറഞ്ഞു തരട്ടെ. രാത്രി കിടക്കുമ്പോൾ ഞാൻ ഞങ്ങളുടെ ഇടയ്ക്ക് ഒരു സൂത്രം വെക്കും. പറയട്ടെ? എനിക്ക് നാണം വരുന്നു. പറയട്ടെ? ഇത്രയുള്ള ഡയറിയും പേനയും സ്ക്രിപ്റ്റ് എഴുതാൻ. അപ്പൊ പിന്നെ തമ്മി തല്ലത്തില്ലല്ലോ, സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുവാണല്ലോ. അവസാനമായിട്ട് ഈ മധ്യവയസ്കരുടെ ആഗോള ചിഹ്നങ്ങൾ എന്നെ പിള്ളേരെ, ഈ ചപ്പാത്തി പൊട്ടും കുടവയറും. അതുകൊണ്ട് നമുക്കതൊന്ന് മാറ്റി പിടിക്കണ്ടേ? അതുകൊണ്ട് വരൂ കൂട്ടരെ, നമ്മുടെ ഈ മുന്തിരിവള്ളികൾ തളിർത്ത രാവിൽ നമുക്ക് മാർക്കറ്റിൽ പോയി കുഞ്ഞിപ്പൊട്ട് വാങ്ങാം. ടമ്മിട്ടക്കർ വലിച്ചു കയറ്റി കുടവയർ മറയ്ക്കാം. നമ്മൾ അനുദിന രോഗിണികളല്ല, അനുരാഗിണികളാണ്. ഞങ്ങൾ അനുരാഗിണികളാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു, എടി നീ നിന്റെ ചേട്ടായിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്തുവാ? അവൾ എന്നോട് പറഞ്ഞു, ചുമ്മാ ഒരു അഭിനന്ദനം. നിങ്ങളിപ്പം ഉദ്ദേശിച്ചത് നമ്മുടെ ഫ്രഞ്ച് കിസ് അല്ലേ? അയ്യടാ പറ്റിയ പ്രായം, മധ്യവയസ്സേ.
Once upon a time, once upon a time.